8ാം ശമ്പള കമ്മീഷൻ പ്രകാരം പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ 2027 വരെ സമയമെടുത്തേക്കാമെന്ന വിവരം. സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് സർക്കാർ DA വർധന പൂർണ്ണമായും ഒഴിവാക്കുമോ എന്ന ചോദ്യമാണ് ജീവനക്കാർക്കിടയിൽ ഉയരുന്നത്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ 2027 വരെ സമയമെടുത്തേക്കുമെന്നാണ് വിവരം. സാധാരണയായി വർഷത്തിൽ 2 തവണയാണ് DA പരിഷ്കരിക്കുന്നത്. ഹോളി പ്രമാണിച്ച് മാർച്ചിലും ദീപാവലി മാസത്തിലുമാണ് DA പരിഷ്കരണം വരുത്താറുള്ളത്. എന്നാൽ ഇത്തവണ DA വൈകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മാർച്ചിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന DA ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് സർക്കാർ DA വർധനവ് പൂർണ്ണമായും ഒഴിവാക്കുമോ എന്ന ചോദ്യമാണ് നിലവിൽ ജീവനക്കാർക്കിടയിൽ ഉയരുന്നത്. അതേസമയം സർക്കാർ DA ഒഴിവാക്കില്ലെന്ന് ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രഖ്യാപനം വൈകിയാലും ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ തന്നെ തുക ലഭിച്ചേക്കും. ഉപഭോക്തൃ വില സൂചിക കണക്കുകൾ പ്രകാരം 2 മുതൽ 4% വരെ വർധനവുണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ 58% DA. ഇത്തവണ 2% വർധനവ് പ്രഖ്യാപിച്ചാൽ DA 60% ഉയരും. ഇങ്ങനെ സംഭവിച്ചാൽ DA അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ലയിപ്പിക്കാനും ശമ്പളത്തിൽ വൻ വർധനവിനും കാരണമാകും. കോവിഡ് കാലത്ത് DA മരവിപ്പിച്ചിരുന്നതിനാൽ തന്നെ ഇത്തവണയും അതുപോലെ DA വർദ്ധിപ്പിക്കാതെ വരുമോ എന്നതാണ് ജീവനക്കാരുടെ ആശങ്ക. എന്നാൽ നിലവിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകാത്തതിനാൽ ജീവനക്കാരുടെ അവകാശമായ ക്ഷാമബത്ത സർക്കാർ തടഞ്ഞുവെക്കില്ലെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.